بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب من رفع صوته بالعلم ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇവിടെ കിതാബുൽ ഇൽമിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞു പോയ ബാബടക്കം 4 ബാബുകളിലായി അധ്യാപകന്മാർക്കുള്ള ഒരു ട്രെയിനിങ് ആണ് നൽകാൻ പോകുന്നത്. ഏത് അധ്യാപകന്മാരും ഈ പറയാൻ പോകുന്ന മര്യാദകൾ പാലിച്ചു കൊണ്ടായിരിക്കണം മുതഅല്ലിമീങ്ങളോട്, വിദ്യാർത്ഥികളോട് പെരുമാറേണ്ടത് എന്നാണ് ഇമാം ബുഖാരി സൂചിപ്പിക്കുന്നത്. 1-ാമത്തെ ബാബിൽ പറഞ്ഞത്, തൊട്ടുമുമ്പത്തെ ബാബിൽ ഏതെങ്കിലും ഒരാൾ ഒരു വിഷയം ചോദിക്കുമ്പോൾ അത് അവൻ 100% മര്യാദ പാലിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ അവൻ ചോദിക്കുന്ന കാര്യം ഒരു ഇൽമാണെങ്കിൽ അധ്യാപകൻ ഏത് തിരക്കിലാണെങ്കിലും അത് കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ വലിയ തിരക്ക് കഴിഞ്ഞതിന് ശേഷം അവനുമായി അടുത്ത് പെരുമാറി അവൻ ചോദിച്ച ചോദ്യത്തിലേക്ക് അവനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവനിക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. അതാണല്ലോ തൊട്ടുമുമ്പത്തെ ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചോദ്യം, അയ്നസ്സായിലു അനിസ്സാഅ, തിരക്ക് കഴിഞ്ഞപ്പോൾ ആ ചോദിച്ച ആളോടെ, ഖിയാമത്ത് നാളിനെ പറ്റി ചോദിച്ച ആളോടെ എന്ന് ചോദിച്ചു. അയാൾക്ക് വലിയ റാഹത്ത്, സന്തോഷമായി. അതാ ഹാ അന യാ റസൂലല്ലാഹ് എന്ന് ആവേശത്തോടു കൂടെ മറുപടി കൊടുത്തത്. എന്ന നിലക്ക് വളരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം അധ്യാപകന്മാർ ശിഷ്യന്മാരുമായി ഇടപെടേണ്ടത്. അതുപോലെ ഇന്നത്തെ ബാബിൽ 2-3-ാമത്തെ ബാബിൽ ഇമാം ബുഖാരി പറയുന്നത്, ബാബു മൻ റഫഅ സൗതഹു ബിൽ ഇൽമി, ഇൽമ് കൊണ്ട് ശബ്ദം ഉയർത്തുന്ന ഒരു അധ്യാപകനെ പറ്റി പറഞ്ഞ ബാബാണ്. ആവശ്യം വരുമ്പോൾ എപ്പോഴും ചെറിയ സൗണ്ടിൽ അവന് കേൾക്കാൻ മാത്രം തീരുന്ന പോലത്ത് പറഞ്ഞ ചിലപ്പോൾ ഉറക്ക് വന്നോകും. അവർക്ക് ഉറക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ ഗൗരവം അനുസരിച്ച് ശബ്ദം ഉയർത്തണം. ശബ്ദം ഉയർത്തേണ്ടി വന്നാൽ ഉയർത്തുക തന്നെ വേണം. എപ്പോഴും ഉറങ്ങുന്ന താലോലം പാട്ട് പാടുന്ന ശൈലി എടുത്താൽ പോരാ. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവർക്ക് ഉള്ളിലേക്ക് തറക്കുന്ന ശൈലിയായിരിക്കണം അവർ വാചക ക്ലാസ് എടുക്കുമ്പോൾ അവർ ചെയ്യേണ്ടത്. ശബ്ദം ഉയർത്തിയും പറയണം ഇടക്ക്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില വിഷയവുമായി പറയുമ്പം വളരെ ഗൗരവമുള്ള വിഷയമാകുമ്പം, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ വദകറ അസ്സാഅ ഇസ്തദ്ദ ഗളബുഹു അലാ സൗതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ ഓതി, അങ്ങനെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തേണ്ട വേജാറുള്ള കാര്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശബ്ദം ഉയരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം പിടിച്ച് പറയുന്ന മാതിരിയാകും നബി തങ്ങൾ അതിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹത്താ ലൗ അന്ന റജുലൻ ബിസ്സൂഖി ലസമിഅഹു, നബി തങ്ങൾ പള്ളിയിൽ നിന്ന് ഖുത്ബ ഓതുമ്പോൾ അങ്ങാടിയിലുള്ള ആൾ വരേക്കും നബി തങ്ങളുടെ ശബ്ദം കേൾക്കും. അത്രയും ഉച്ചത്തിൽ പറയലുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ശബ്ദം ഉയർത്തണം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പള്ളിയിലുള്ള മൈക്ക് ഉള്ളിടത്തോളം ശബ്ദം ഉയർത്തി ഏറ്റവും വലിയ ആംപ്ലിഫയർ കൊണ്ടുവന്ന് വെച്ച് ഏറ്റവും വലിയ എല്ലാ സൗണ്ട് സംവിധാനം സംഘടിപ്പിച്ച് എന്നിട്ട് ഒച്ചടം എന്നല്ല, ആളുകൾക്ക് തിരിയുന്ന രീതിയിൽ, മനസ്സുള്ളിലേക്ക് തറക്കുന്ന രീതിയിൽ ശബ്ദം ഉയർത്തണം എന്നാണ്. എന്നല്ലാതെ നാട് മുഴുവനും വെള്ളിയാഴ്ച ജുമുഅന്റെ ശേഷം
അല്ലെങ്കിൽ ജുമുഅൻ്റെ മുമ്പ് ഖതീബ് പള്ളിയിൽ പ്രസംഗിക്കാൻ നിന്നാൽ നാട്ടിൽ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത നിലക്ക് ശബ്ദം ഉയർത്തി അവനെ എടങ്ങറാക്കണമെന്നതിനർത്ഥമല്ല. ചില വിഷയങ്ങളിൽ ശബ്ദം ഉയർത്തേണ്ടി വരും. അതാണ്. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിദ് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല വനഫഅനാ ബിഉലൂമിഹി. ഹദ്ദസനാ അബു النعمان عارم بن الفضل قال حدثنا أبو عوانة عن أبي بشر عن يوسف بن ماهكا عن عبد الله بن عمرو رضي الله عنهما وعنهم أنه قال تخلف أن النبي صلى الله عليه وسلم في سفرة سافرناها فأدركنا وقد أرهقتنا الصلاة ونحن نتولى فجعلنا نمسه على أرجلنا فنادى بأعلى صوته ويل للعقاب من النار مرتين أو ثلاثا. ഈ ഹദീസിലുള്ള റാവികൾ 5 പേരാണ്. ഒന്ന് അബു നുഅ്മാൻ മുഹമ്മദ് ബിൻ ഫളിൽ അസ്സദൂസി, അവരെ പറ്റി മുമ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. രണ്ടാമത് അബു അവാന, അവരെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് അബൂ ബിശ്ർ ബികസ്രിൽ ബായിൽ മുവഹദ ബിശ്ർ ജാഫർ ഇബ്നു യാസുൽ യസ്കുരി, അവരെ അറിയപ്പെടുന്നത് ഇബ്നു ഉബയ്യ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇബ്നു അബി വഹ്ശിയ, ഇബ്നു അബി വഹ്ശിയ, ഇബ്നു അബി വഹ്ശിയയുടെ പേരിലാണ് അറിയപ്പെടല്. അവർ വാസിറ്റിയാണെന്നും അഭിപ്രായമുണ്ട്, അല്ല ബസരിയാണെന്നും അഭിപ്രായമുണ്ട്. അഹ്മദ് ബിൻ അംബൽ, യഹ്യ ബിൻ മഈൻ, അബൂ ഹാത്തിം റാസി ഇവരൊക്കെ പറഞ്ഞത് സിഖത്തുൻ. ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സിഖത്തുൻ കസീറുൽ ഹദീസ്, ഹദീസ് അധികരിച്ച സിഖത്താണ്. മാത സനത്ത 124 അവരുടെ വഫാത്തുള്ളത്. അവരെ തൊട്ട് ധാരാളം ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാലാമത്തേത് യൂസുഫ് ബിൻ മാഹക്ക് എന്ന് പറയുന്ന ആളാണ്. യൂസുഫ് ബിൻ മാഹക്ക്. മാഹക്ക് എന്നത് അറബി വാക്കല്ല, അത് പേർഷ്യൻ വാക്കാണ്. അപ്പോൾ അജമിയാണ്. അപ്പോൾ അലമിയത്തും അജമിയത്തും ഉണ്ടായതിന് വേണ്ടി അത് ഒയറു മുൻസരിഫാണ് എന്നുള്ളതാണ് റാജിഹ്. ചില ആളുകൾ പറഞ്ഞത് മാഹക്ക് എന്ന് പറയുന്നത് ഒയറു മുൻസരിഫല്ല, മുൻസരിഫാണ് എന്നും പറയുന്നവരുണ്ട്. അവർ യൂസുഫ് ബിൻ മാഹക്ക് വിശ്വസ്തനാണ്. ഇമാം ബുഖാരി അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. വലിയ കാര്യപ്പെട്ട ആളാണ് അവർ. യൂസുഫ് ബിൻ മാഹക്ക് താബിഈയാണ്. ധാരാളം മഹാന്മാർ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പിതാവ് അടക്കമുള്ള മാഹക്കിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. അവരുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ്. അതുപോലെ അബ്ദുല്ലാഹിബിൻ ഉമർ, ആയിഷ റളിയല്ലാഹു അൻഹ, ഇങ്ങനെയുള്ള വലിയ വലിയ സ്വഹാബത്തിനെ കണ്ടവരാണവർ. അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നഹു ഖാൽ, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഖല്ലഫ അന്ന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ തൊട്ട് പിന്തി, ഫി സഫറത്തിൻ ഒരു യാത്രയിൽ. ഞങ്ങളുള്ള യാത്രയാണ് സാഫർനാഹ, ഞങ്ങൾ ആ യാത്ര നബി തങ്ങളോട് കൂടെ ചെയ്തിട്ടുണ്ട്. ആ യാത്രയിൽ നബി തങ്ങൾ ഞങ്ങളെ തൊട്ട് ബാക്കിലായി. അങ്ങനെ നബി തങ്ങൾ ഞങ്ങളെ കൂടെ കുറച്ച് ബാക്കിലാണ് നബി തങ്ങളുള്ളത്. അങ്ങനെ ഫഅദ്റകന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കണ്ടുമുട്ടി, കണ്ടെത്തിച്ചു, ഞങ്ങളെത്തി. ഏത് സ്ഥിതിയിൽ? വഖദ് അർഹഖത്ന സ്വലാത്തു, ഞങ്ങൾക്ക് നിസ്കാരം ഞങ്ങൾക്ക് തിരക്ക് കൂട്ടേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട്. നിസ്കാരം ഞങ്ങളെ പൊതിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ സമയം കഴിയാനടുത്തായിട്ടുണ്ട്.
ആ നിലക്കുള്ള സമയമാണ്. അസ്വലാത്തു എന്ന നിസ്കാരം അസറാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനുണ്ട്, ആ യാത്ര മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബിയും സ്വഹാബത്തും ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് എന്നെല്ലാമുണ്ട്. അപ്പോൾ ആ അസർ നിസ്കാരത്തിൻ്റെ സമയം മഗ്രിബ് കൊടുക്കാൻ ഏകദേശം അടുത്തായിട്ടുണ്ട്, ഖളായി നല്ല ഖളാൻ അടുത്തായിട്ടുണ്ട്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നത്. ഏത് സ്ഥിതിയിൽ വനഹ്നു ഞങ്ങളാകുന്ന തവല്ലു കൊടുക്കുകയാണ്. അപ്പോൾ നബി തങ്ങൾ ഇനി എത്തൂല, ഇമാമ നിൽക്കാൻ വേണ്ടി നബി തങ്ങളെ കാത്തിരിക്കുകയാണ് ഇവർ. നബി തങ്ങളോട് കൂടെ നിസ്കരിക്കാൻ സ്വഹാബത്തിൻ്റെ നബി തങ്ങളോടുള്ള മതിപ്പ് അതാണ്. നബി തങ്ങൾ ഇമാമായി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് തുല്യമായൊരു നിസ്കാരം ലോകത്ത് ഇല്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് നബി തങ്ങളെ കാത്തിരുന്നതാണ്. അവിടെ ചോദിക്കണ്ട എന്താ അസറിനെന്തേ കുറേ പിന്തിച്ച് അവലൊക്കെ എന്തേ ചെയ്യാതിരുന്നത്, നബി തങ്ങളെ കാത്തിരുന്നത് കൊണ്ട് ചെയ്യാതിരുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി എത്താതിരുന്നാൽ കാത്തിരുന്നാൽ നിസ്കാരം ഖളായി പോകുമോ എന്ന് ഭയപ്പെട്ട സമയത്ത് അവർ വുളു എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് എത്തി. അപ്പം ഞങ്ങൾ വുളു എടുക്കുമ്പോഴുള്ള അവസ്ഥ വനഹ്നു ഞങ്ങൾ വുളു എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നബി തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് എത്തിയത്. അപ്പം ഞങ്ങളായി നംസഹു അലാ അർജുലിന ഞങ്ങളെ കാലുകളുടെ മേലിൽ തടകുന്നവരായി. കാല് കഴുകണീന് പകരം തിരക്കൂട്ടിയിട്ട് വേഗം ഒന്നുണ്ടാക്കുകയാണ്. അപ്പോൾ ഒന്നുണ്ടാക്കുമ്പോൾ കഴുകൽ തടകലായി വരുന്നുണ്ട്. വേറെ ഹദീസിൽ കാണാം, ഇനി വരാൻ വിശദമായി ഹദീസ് വരാൻ പോകുന്നുണ്ട്. വേറെ ഹദീസുകളിൽ കാണാം തങ്ങൾ അവരുടെ അടുക്കലേക്ക് വരുമ്പം ചില ആളുകൾ കാലുമേൽ വെള്ളം പാർന്ന് പോകുമ്പോൾ എല്ലായിടത്തും ഒരു ശരിക്ക് വെള്ളമായിട്ടില്ല. കാല് ചില ഭാഗം ഇങ്ങനെ ഈ നടന്നു പോരുമ്പോൾ മണ്ണിൻ്റെ അസറുണ്ടാവും കാലിൽ, ആ ഭാഗം ഇങ്ങനെ വെള്ളമാവാതെ തിളങ്ങുന്നത് കാണുന്നുണ്ട്, ബാക്ക് ഭാഗം, കാലിൻ്റെ ബാക്ക് ഭാഗം. അങ്ങനെ അതാ സഹാബി പറയുന്നത് ഞങ്ങൾ കാലുമ്മൽ തടകും പോലെയാക്കിയ തിരക്കൂട്ടി ഒതുകൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത്. ഇന്നലെ കാൽമ തടയൽ മതിയായിരുന്നു എന്നുള്ള അർത്ഥത്തിലുമല്ല. കാരണം കാൽമ തടയാൻ പോരല്ലോ. കാൽമ തടകൽ മതിയായിരുന്നു എങ്കിൽ പിന്നെ വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. അനഫിയുടെ പറഞ്ഞ കാലിന് തടയാൻ മതിയായിരുന്നു, പിന്നീട് ഈ സംഭവത്തോടു കൂടെ നെസ്ഖ ചെയ്തതാണ്, അവനൊന്നും ആവശ്യമില്ല. സ്വഹാബിയുടെ നടത്ത് തിരക്കൂട്ടി ഒതുണ്ടാക്കിയപ്പോൾ കാലുമ തടകും പോലെ വേഗം വെള്ളം പാർന്ന് പോയി. ചില ഭാഗത്ത് വെള്ളത്തില്ല എന്നാ പറഞ്ഞ അർത്ഥമുള്ളൂ. ഇമാമിങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ നബി തങ്ങൾ എത്തിയപ്പോൾ ഫനാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞു ബി അലാ സൗതിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉയർന്ന ശബ്ദത്തോട് കൂടി ശബ്ദം കൊണ്ട് വിളിച്ചു പറഞ്ഞു വൈലുൽ ലിൽ അഖാബി മിനന്നാർ വൈലുൽ ലിൽ അഖാബി മിനന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു. വൈലുൻ വൈലുൻ എന്ന് പറഞ്ഞാൽ അദാബ് എന്നർത്ഥം വെക്കാം. ആ അദാബ് ലിൽ അഖാബി മടമ്പുകൾക്കാണ്. എവിടെയുള്ള വൈല് മിനന്നാർ നരകത്തിനാലുള്ള ശിക്ഷ, അത് മടമ്പുകൾക്കാണ്. മടമ്പുകൾക്ക് എന്ന് പറഞ്ഞാൽ മടമ്പ് ഉടയവർക്കാണ്, മടമ്പ് ശരിക്ക് കഴുകാത്തവർക്കാണ് എന്നർത്ഥം വെച്ച ആളുകളുണ്ട്. എന്നാൽ വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഈ നരകം കൊണ്ട് ശിക്ഷിക്കുന്നത് ഏത് അംഗത്തിനാണോ കഴുകാത്തതെങ്കിൽ ആ അംഗത്തിന് തന്നെ ഉള്ളൂ. അപ്പം മടമ്പാണ് കഴുകാത്തോടെ മടമ്പിനെ നരകത്തിലിടും, മടമ്പിന് തീയോട് കുത്തുകൊടുക്കും, മടമ്പിനെ തീ കൊണ്ട് ശിക്ഷിക്കും എന്നല്ലാതെ ഒന്നായിട്ട് കൊണ്ട് നരകത്തിലുണ്ടായിടുന്നല്ല. ഒരാൾ കൈ കൊണ്ട് കട്ടാൽ കൈയാണല്ലോ മുറിക്കുന്നത്, പിന്നെയും കട്ടാൽ കാല കൊണ്ട് നടന്നു പോയവരുടെ കാലാണല്ലോ മുറിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ കിസാസായിട്ട് എന്തെങ്കിലും കിസാസ് എടുക്കേണ്ട കുറ്റം ചെയ്താൽ അതേ പല്ല് പൊട്ടിച്ചാൽ പകരം പല്ല് തന്നെയാണ് പൊട്ടിക്കുന്നത്, ആളൊന്നായിട്ട് കൊല്ലലൊന്നുമില്ല. എന്ന മാതിരി ഒതു കൊടുക്കുമ്പോൾ കാല് കഴുകേണ്ട സ്ഥലം ശരിക്കും കഴുകാതിരുന്നാൽ ആ കാലിനേക്ക് നരകത്തിനെ കൊണ്ടുള്ള അതാപുണ്ട് എന്നർത്ഥം വെച്ചവരുണ്ട്. തർക്കമില്ലാത്ത അർത്ഥമാണത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കെ ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞു വൈലുൽ ലിൽ അഖാബി മിനന്നാർ എന്ന് മറത്തൈനി 2 വട്ടം ഔ സലാസ അല്ലെങ്കിൽ 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട മസ്അലകൾ വിശദമായ ചർച്ചകൾ ഇൻഷാ അല്ലാഹ് വുളൂഇന്റെ ബാബിൽ ചർച്ചകൾക്ക് വരുന്നുണ്ട്.
ഇവിടെ ഇമാം ബുഖാരി ഹദീസ് കൊണ്ടുവന്നത് ഇവിടെ സ്വഹാബത്തിനെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശബ്ദം ഉയർത്തി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇൽമു കൊണ്ട് ശബ്ദം ഉയർത്തേണ്ട സംസരം വരുമ്പോൾ ഉയർത്തേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള 1-2 ചർച്ചകൾ ഇതിലുണ്ട്. ഫജഅൽനാ നംസഹു അലാ അർജുലിനാ, അർജുല് ജമ്മാണല്ലോ. ഞങ്ങളുടെ പല കാലുകളുടെ മേലിൽ തടകുന്നവരായി എന്നല്ല പറഞ്ഞത്. ആളുകൾക്ക് എന്താ പല കാലുണ്ടാവും, ഒരാൾക്ക് 2 കാലല്ലേ ഉണ്ടാവുള്ളൂ എന്നാ ചോദ്യം. അതിന് മറുപടിയാണ് ജമ്മിനോട് നേരിടിച്ചാൽ തൗസീഖിനെ തേടും. അപ്പോൾ അല അർജുല് എന്നതിന് ന എന്ന ലമീറിലേക്ക്, മുത്തകല്ലിമിൻ്റെ ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തത് കൊണ്ട് എന്താർത്ഥം വെക്കുക? ഞങ്ങളിൽപ്പെട്ട ഓരോരുത്തരും അവരവരുടെ കാലിൻ്റെ മേൽ അടങ്ങുന്നവരായി എന്നാണ് അർത്ഥമുള്ളത്. എന്നല്ലാതെ ഓരോരുത്തരും കുറേ കാലം അടങ്ങി എന്നർത്ഥത്തിലല്ല. അത് മനസ്സിലാക്കുന്നത് പ്രയോഗം മനസ്സിലാകാത്തത് കൊണ്ടിട്ടാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ജമ്മാണ് അർജുല്, അതിന് ന എന്ന ജമ്മൂത്ത് കല്ലിമിലേക്കാണ് ഇലാഫത്ത് ചെയ്തത്. അപ്പോൾ അർത്ഥം വെക്കേണ്ടത് തൗസീഖിനെ തേടും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കാലുകളെ മേട്ടടങ്ങി. അവിടെ ചില ആൾക്കാർ വെച്ചിട്ടുണ്ട് എന്നാൽ തൗസീഖിനെ തേടുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഓരോരോ കാല് നോക്കണ്ടേ? അതിന് ഒരാൾക്ക് ഒരു കാലില്ലല്ലോ, 2 കാലില്ലേ? അക്കല് എന്ന് പറഞ്ഞ സാധനം മനസ്സിന് അല്ലാഹു വെറുതെ കൊടുത്തതാണോ? അതാ ഇമാമിങ്ങൾ ചോദിക്കുന്നുണ്ട്, വല്ലഖ്ലു യുഅയ്യിനുൽ മഖ്സൂദ സിയമൻ ഫീമാ ഹുവ മഹ്സൂസ്. ഒരാൾക്ക് ഒരു കാലല്ല 2 കാലാണെന്നുള്ളത് മഹ്സൂസായ കാര്യമാണ്. പിന്നെ അവിടെ ഓരോരുത്തരും ഓരോരോ കാലം അടങ്ങി അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും അവരവരുടെ കാലുകൾ എത്ര അടങ്ങി, ആ കാലം എത്രയാണ് വിളിച്ചത് അത് അടങ്ങി എന്നർത്ഥം വെച്ചാൽ മതി. ബാക്കിയുള്ള ചർച്ചകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ബാബിൽ വുളൂൻ്റെ ബാബിൽ ചർച്ച ചെയ്യുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.